പഴുത്ത ചക്ക കൊണ്ട് ബേക്കറി സ്റ്റൈലുള്ള ഒരു ഹൽവയാണ് ഉണ്ടാക്കുന്നത്. വെറും 20 മിനിറ്റ് മുതൽ അരമണിക്കൂറിനുള്ളിൽ നമുക്കിത് തയ്യാറാക്കിയെടുക്കാം. അതിന് വേണ്ടി ഇതാ നമ്മൾ ഒരു വലിയ കഷ്ണം ശർക്കര ഇതാ ഉരുക്കാൻ വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ പഴഞ്ചക്ക എടുക്കുന്നത് കുറച്ച് വെള്ളവും ചേർത്തിട്ട് നമുക്കിത് വേവിച്ച് കൊണ്ടുവരാം. അപ്പോൾ ശർക്കര നല്ലപോലെ കട്ടിയുള്ള പാനിയാക്കി വെക്കുക. അപ്പോൾ നമ്മൾ പഴഞ്ചക്ക ഇതാ ഒന്ന് വേവിച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. അത് നമുക്ക് തണുത്തതിന് ശേഷം മിക്സിൻ്റെ ജാറിലിട്ടിട്ട് കുറച്ച് തേങ്ങയും ചേർത്തിട്ട് ശർക്കര പാനിയും ചേർത്തൊന്ന് അരച്ചെടുക്കാം. അതൊരു ബൗളിലേക്ക് മാറ്റിയതിന് ശേഷം നമുക്ക് ഒരു 4 ടേബിൾ സ്പൂൺ ഗോതമ്പ് പൊടി ചേർത്ത് കൊടുക്കാം. മൈദപ്പൊടി നമ്മളിതിൽ യൂസ് ചെയ്യുന്നില്ല. കുറച്ച് നമ്മൾ ഏലക്കാപ്പൊടിയും ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നല്ല കട്ടിയുള്ള മാവായതുകൊണ്ട് ഒരു 1/4 ഗ്ലാസ് വെള്ളം കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ഇതുപോലുള്ളൊരു മാവാക്കി എടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഒരു അടി കട്ടിയുള്ള പാൻ എടുത്തിട്ട് അതിലേക്ക് കുറച്ച് പശു നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഒരുപാട് നെയ്യ് നമ്മളിതിൽ ചേർക്കുന്നില്ല. ആവശ്യമുള്ളവർക്ക് ഒരുപാടങ്ങ് ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ അരച്ചു കൊണ്ടുവന്നതും ചേർത്തിട്ട് ചെറിയ ഫ്ലെയിമിലിട്ടിട്ട് നല്ലപോലെ ഇതൊന്ന് വരട്ടിയെടുക്കണം. ഏകദേശം ഒരു 5 മിനിറ്റ് കഴിയുമ്പോൾ ഇതൊന്ന് കുറുകി വരും. ആ ഒരു സമയത്ത് കുറച്ച് കാഷ്യൂ നട്ടും അതുപോലെ വെളുത്ത വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഫ്ലെയിം ഒരിക്കലും കൂട്ടി വെക്കരുത്. ചെറിയ ഫ്ലെയിമിലിട്ടിട്ട് വേണം ഇത് തയ്യാറാക്കിയെടുക്കാൻ. അതുപോലെ ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് വീണ്ടും ഇതിലേക്ക് നെയ്യ് ചേർത്ത് കൊടുക്കാം. അടിയിലൊക്കെ പിടിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇടയ്ക്ക് നെയ്യ് ചേർത്ത് കൊടുക്കാം. അതുപോലെ അടി കട്ടിയുള്ള നോൺ സ്റ്റിക്ക് പാത്രമോ ഉരുളിയോ വേണം ഇത് തയ്യാറാക്കിയെടുക്കാൻ വേണ്ടിയിട്ട്. ഒരു 20 മിനിറ്റിന് ശേഷം നമുക്ക് ഇതുപോലെ ആയി കിട്ടും. ഈ ഒരു സമയത്ത് നമ്മൾ ഫ്ലെയിം കുറച്ചൊന്ന് മീഡിയത്തിലേക്ക് മാറ്റി വെച്ചിട്ട് നല്ലപോലെ ഇതൊന്ന് വരട്ടിയെടുക്കുക. അപ്പോൾ നമുക്കിത് റെഡിയായെന്ന് തോന്നാൻ വേണ്ടി നമ്മൾ ഇതുപോലെ ഒന്ന് ഈ ഒരു സ്പാറ്റിൽ വെച്ചിട്ടൊന്ന് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് നോക്കുമ്പോൾ ഇതുപോലെ ആയി കിട്ടണം. നമുക്ക് പറ്റാണ്ട് നല്ല വലിഞ്ഞ് കിട്ടുന്ന വിധത്തിലായി കിട്ടണം. അപ്പോൾ ഈ ഒരു സമയത്ത് നമ്മൾ കുറച്ച് എണ്ണ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നെയ്യാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ കുറച്ച് നെയ്യ് നല്ലോണം ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് തന്നെയാണ്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് കയ്യിൽ വെച്ചിട്ടൊന്ന് ഉരുട്ടി നോക്കി കഴിഞ്ഞാൽ പാകമായൊന്നും അറിയാം. അപ്പോൾ നമ്മൾ സെറ്റ് ചെയ്ത ട്രേയിലേക്ക് പശു നെയ്യും അതുപോലെ അണ്ടിപ്പരിപ്പും നമ്മൾ കുറച്ച് വെള്ളമൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ മാവ് ആ ഒരു സമയത്ത് തന്നെ നമ്മൾ അതിലേക്ക് ഇട്ട് കൊടുക്കണം. എന്നിട്ട് നല്ലപോലെ പ്രസ് ചെയ്ത് കൊടുക്കുക. നല്ലോണം തണിഞ്ഞതിന് ശേഷം മാത്രമേ നമ്മളിത് ഇതിൽ നിന്ന് വിട്ട് കൊടുക്കാൻ പാടുള്ളൂ. അപ്പോൾ സ്പൂണിൻ്റെ അടിയിൽ കുറച്ച് എണ്ണ പുരട്ടിയിട്ട് വേണം നമ്മൾ നല്ലോണം പ്രസ് ചെയ്ത് കൊടുക്കുക. അല്ലെങ്കിൽ സ്പൂണിന് പറ്റിപ്പോകും. നല്ലോണം സെറ്റ് ചെയ്ത് കിട്ടിയാൽ മാത്രമേ നല്ല ഷേപ്പിൽ നമുക്ക് കിട്ടുള്ളൂ. അതുപോലെ നന്നായിട്ട് തണുത്തതിന് ശേഷം മാത്രമേ നമ്മളിത് കട്ട് ചെയ്യാനും പാടുള്ളൂ. എന്നാൽ മാത്രമേ നമ്മൾക്ക് നല്ല സെറ്റായിട്ട് നല്ല ഷേപ്പിലും കിട്ടുള്ളൂ. അപ്പോൾ തീർച്ചയായിട്ടും ഈ ചക്ക സീസൺ കഴിയുന്നതിന് മുന്നേ ഒന്ന് തയ്യാറാക്കി നോക്കുക. എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടമാകുന്ന ഒരു ചക്ക ഹൽവേൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ ട്രൈ ചെയ്യാൻ മറക്കല്ലേ.